ലാലേട്ടൻ മോശമാക്കിയിട്ടില്ല, പക്ഷെ ലാലേട്ടനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല പടം. കുറച്ചൊരു അഭിനയം ലാലേട്ടൻ്റെ അഭിനയം നന്നായിരുന്നു വളരെ. ഈ സ്പിരിച്വൽ കേസസിലൊക്കെ വളരെ താല്പര്യമുള്ളവർക്ക് സക്സസ് ആയിരിക്കും. ഋഷഭയുടെ കേസ് പറയാനാണെങ്കിൽ മോഹൻലാലിന്റെ ആക്ഷൻ കാണാൻ വേണ്ടി മാത്രം വരാം, അല്ലാതെ വേറെ ഈ സിനിമ ഭയങ്കര ബോറടിക്കുന്ന ഒരു പടമാണ്. ലാലേട്ടൻ വെറുതെ തെലുങ്കിൽ പോയി ഒരു പടം ചെയ്തെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ലാലേട്ടൻ്റെ ആ ഒരു ഓറയോ ഒന്നും തന്നെ സിനിമയെ രക്ഷിക്കുന്നില്ല. ചുമ്മാ ഒരു ടിപ്പിക്കൽ ഒരു തെലുങ്ക് പടം കാണാൻ വേണ്ടി വരാം. അതിനകത്ത് കുറേ റിലീജിയസ് ആയിട്ടുള്ള എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് 2 മണിക്കൂറുള്ളൂ പടം, പക്ഷെ എനിക്കൊരു 4 മണിക്കൂർ ഇരുന്ന് കണ്ട ഒരു ഫീലിംഗ് ആണ്. ടോട്ടലി ബോറിംഗ് ആണ്. അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നത്. മോഹൻലാൽ അഭിനയം എങ്ങനെയുണ്ട്? ലാലേട്ടൻ മോശമാക്കിയിട്ടില്ല, പക്ഷെ ലാലേട്ടനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടില്ല പടം. വെറുതെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തു. എന്തിൻ്റെയോ കമ്മിറ്റ്മെന്റിന്റെ പേരിൽ പോയി ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അങ്ങനത്തെ ഒരു ഫീലാണ്. നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ ആ സിനിമയുടെ തീമൊക്കെ വെച്ച് സമ്മിശ്ര പ്രതികരണമായിരിക്കും. പക്ഷേ ഇത് ചിലപ്പോൾ ഈ സ്പിരിച്വൽ കേസസിലൊക്കെ വളരെ താല്പര്യമുള്ളവർക്ക് സക്സസ് ആയിരിക്കും. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ഒരു 1 വീക്ക് കഴിഞ്ഞ് ക്ലിയർ റിവ്യൂ കിട്ടത്തുള്ളൂ. കൊള്ളാം, നന്നായിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ എൻ്റർടൈനറാണ്. അത് കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? ലാലേട്ടൻ തകർത്തോ? അല്ലാതെ മഹാഭാരതത്തിന്റെ മഹാഭാരതമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കഥയാണോ? ലാലേട്ടൻ അഭിനയം എങ്ങനെയുണ്ട്? ഭയങ്കര പോറ. ലാലേട്ടൻ തകർത്തോ? ഒരു ആക്ഷനും ഇമോഷനും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു പടമായിരുന്നു. എങ്ങനെയുണ്ട് മോഹൻലാലിന്റെ പ്രകടനം? കുഴപ്പമില്ല എന്ന് പറയാനേ ഉള്ളൂ. നമുക്ക് അത്രക്ക് ഇംപ്രസ് ആയില്ല. കുറച്ചും കൂടി എഡിറ്റിലൊക്കെ കുറച്ചും കൂടി നന്നാക്കായിരുന്നു. ബാക്കി കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഒരു വൺ ടൈം വാച്ചബിൾ. കുറച്ചൊരു ലാലേട്ടൻ അഭിനയം ലാലേട്ടൻ്റെ അഭിനയം നന്നായിരുന്നു വളരെ. അതെ, അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാ വന്നിരുന്നത്. അങ്ങനെ നോക്കുമ്പോണ്ട് സ്റ്റോറി ഓക്കെ. മഹാഭാരതത്തിന്റെ കഥ, ഒരു ഋഷഭന്റെ ഒക്കെ ഒരു കഥ എന്തൊക്കെ വിചാരിച്ച പോലെ ഇല്ല. ശരി.